കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു. അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: ഇത് ഒരു വിദേശ രാജ്യമല്ല, നമ്മുടെ കേരളമാണ് എന്ന്. കുറച്ച് സമയം ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഞങ്ങളുടെ കർമ്മയാണെന്ന്. ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ കുറച്ച് അഹങ്കാരം ഫീൽ ചെയ്തോ? തീർച്ചയായും ഉണ്ടാവും. അതിനുള്ള കുറച്ച് കാരണം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാം. കർമ്മ എന്ന ഒരു സംഭവം ഇവിടെ വന്നിട്ട് എത്ര വർഷമായെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ഒരു 5 വർഷത്തോളമായിട്ട് ഒരു 5 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ ഞങ്ങൾ കർമ്മയിലെത്തും. അതുകൊണ്ട് തന്നെ വലിയ മുന്നൊരുക്കങ്ങളില്ലാതെ ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നതുകൊണ്ട് കർമ്മയിലെ രാവിലെയും ഉച്ചയും വൈകുന്നേരവും രാത്രിയും ഒക്കെ ഞങ്ങൾക്ക് സുപരിചിതമാണ്. ഇനി നേരത്തെ പറഞ്ഞ ആ അഹങ്കാരത്തിൻ്റെ കാര്യം. കർമ്മയിലെ പ്രഭാതം വളരെ മനോഹരമാണ്. ഒരു വശത്ത് മെല്ലെ ഒഴുകുന്ന പുഴ, മറുവശത്ത് മരങ്ങൾക്കിടയിലൂടെ ഉദിച്ചുയരുന്ന സൂര്യൻ. കർമ്മയിലെ ഉച്ച സമയം വളരെ മനോഹരമാണ്. നല്ല വെയിലിലും ചൂടറിയിക്കാതിരിക്കാൻ നന്നായി വീശുന്ന കാറ്റ്. കർമ്മയിലെ സന്ധ്യാസമയം അതിമനോഹരമാണ്. ദേ ഇപ്പോൾ കാണുന്നത് പോലെ പുഴ ചെന്നെത്തുന്ന കടലിൻ്റെ ഭാഗത്തായി അസ്തമിക്കാൻ നിൽക്കുന്ന സൂര്യനും പുഴയുടെ ഓളങ്ങളിൽ തെന്നിമറയുന്ന സൂര്യൻ്റെ കുങ്കുമ നിറവും പിന്നതെ ഈ തിരക്കും. ഇപ്പം ഈ പറഞ്ഞ കാഴ്ചകളൊക്കെ വർഷങ്ങളായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ നാളെ ഞങ്ങൾ കാണാൻ പോയാൽ എന്തെങ്കിലും ഒരു പുതുമയുള്ള കാഴ്ച വീണ്ടും ഞങ്ങൾക്കായിട്ട് അവിടെ ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ ഇവിടെ വന്നവർക്കത് മനസ്സിലാവും. ഓരോ ദിവസം പോകുമ്പോഴും പുതിയൊരു സ്ഥലത്ത് പോയ പോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടാറുള്ളത്. സത്യം പറഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്ന് ഇതുവരെ ഞങ്ങൾക്കറിയില്ല. ഇനി പറ, ഞങ്ങൾക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ആയിക്കൂടെ? അങ്ങനെ ഇന്നത്തെ ആസ്വാദനം കഴിഞ്ഞു. ഇനി നാളെ പോകുമ്പോൾ ഇതിനേക്കാൾ മനോഹരമായ കാഴ്ചകളുമായി കർമ്മ അവിടെ തന്നെ ഉണ്ടാവും.